السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനികളെ, നമ്മൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം പറയുന്നു. കുരുവട്ടൂരിസം അടക്കമുള്ള പുത്തൻവാദികളെ നമ്മൾ ആദർശപരമായി നേരിടുന്നു. എന്തിനു വേണ്ടിയാണ്? അത് നമ്മുടെ ദൗത്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ അതിനുശേഷം സഹാബത്തും താബിഉലും അങ്ങനെ തുടങ്ങിയിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ പരമ്പരയിൽ നോക്കിയാൽ ഈ മഹത്തായ ദീനിൻ്റെ ആദർശം, വിശ്വാസം സംരക്ഷിക്കാൻ നമ്മുടെ മുൻഗാമികൾ വളരെയധികം ത്യാഗം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഓരോ കാലഘട്ടത്തിൽ കടന്നു വരുന്ന പുത്തൻവാദികളെയും അതത് കാലത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളും പ്രവർത്തകരും ആദർശപരമായി നേരിട്ടിട്ടുണ്ട്. നമ്മൾ ശരിയായ തസവ്വുഫ് പഠിപ്പിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും അതിൻ്റെ മശായിഖന്മാരുടെ സ്ഥാനം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവരുമാണ്. അതിനെ നിഷേധിക്കുന്ന, വിമർശിക്കുന്ന പുത്തൻവാദികളെ പ്രാമാണികമായി ഗണ്ണിക്കുകയും അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തുകയും ചെയ്യുന്നവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന തസവുഫുണ്ട്, ത്വരീഖത്തുണ്ട്, ഹഖീഖത്തുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് വിവിധങ്ങളായ മർത്തബകളുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ വരുന്ന കള്ളനാണയങ്ങളെ നാം വളരെ കൃത്യമായിട്ട് തിരിച്ചറിയുകയും സമൂഹത്തെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. സ്വർണം വളരെയധികം മൂല്യമുള്ളതാണ്, വളരെയധികം അമൂല്യമായ ഒന്നായി നമ്മൾ സ്വർണത്തെ കാണുന്നു. ആ നിലക്കുള്ള വാലിയോടുകൂടെ നമ്മൾ സ്വർണത്തെ നിരീക്ഷിക്കുകയും സമീപിക്കുകയും ചെയ്യുന്നു. എന്നാൽ സ്വർണത്തിൻ്റെ അതേ കളറാണ് ചെമ്പിന്, അതേ കളറാണ് ചെമ്പിന്. അവിടെ സ്വർണത്തിൻ്റെ അതേ മൂല്യം നമ്മൾ ചെമ്പിന് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവർ സ്വർണം കാണുമ്പോൾ അതിനെ പരിശോധിക്കും, ഇത് സ്വർണം തന്നെയാണോ അല്ലേ. ഒറിജിനൽ സ്വർണമാണ് എന്ന് കണ്ടാൽ നമ്മൾ അതിന് ആവശ്യമായ പരിഗണന നൽകും, അതിൻ്റെ മൂല്യം കൊടുക്കും. അല്ല, പരിശോധനയിൽ അത് ചെമ്പാണ് എന്ന്, വ്യാജമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അർഹിക്കുന്ന അവ്യക്തതയോടുകൂടെ നമ്മൾ തള്ളിക്കളയും. ഇതല്ലേ വസ്തുത? അപ്പോൾ സ്വർണം വളരെ മൂല്യമുള്ളതാണ്, സ്വർണത്തിന് ഇത്ര വിലയുണ്ട്, സ്വർണത്തിൻ്റെ മൂല്യവും അതിൻ്റെ പോരിഷയൊക്കെ പറഞ്ഞ് നമ്മൾ ചെമ്പ് സ്വീകരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. എന്നതുപോലെ അഹ്ലുസുന്ന വൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന യഥാർത്ഥ തസവുഫും അതിൻ്റെ മശായിഖന്മാരെയും നമ്മൾ നെഞ്ചേറ്റുന്നവരാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ കുരുവട്ടൂരിസത്തെപ്പോലുള്ള വ്യാജന്മാരെ പടിക്ക് പുറത്ത് നിർത്തുകയും ചെയ്യും. ശരിയാത്താകുന്ന ഉരക്കല്ലിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധന നടത്തും. ആ പരിശോധനയിൽ യഥാർത്ഥത്തിലുള്ള ത്വരീഖത്തും ഷെയ്ഖുമാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ആദരിക്കുകയും ആ മഹാന്മാരുടെ കൂടെ പോവുകയും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യും. അതൊരിക്കലും ശരീഅത്തിനെതിരാവുകയില്ല. എന്നാൽ ശരീഅത്താകുന്ന ഉരക്കല്ലിൽ വെച്ച് ഉരച്ചപ്പോൾ വ്യാജമാണ്, കള്ളത്വരീഖത്താണെന്ന് ബോധ്യപ്പെട്ടാലോ നമ്മൾ അത് കൃത്യമായിട്ട് അവരെ ഗണ്ണിക്കുകയും അവരെ ആദർശപരമായി പരാജയപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഈ കുരുവട്ടൂരിസവും നൗഷാദൊക്കെ ചെയ്യുന്നത് എന്താണ്? അവർ കള്ളത്വരീഖത്താണ് എന്നുള്ളതിൽ തർക്കമില്ലല്ലോ, അവർ പുത്തൻവാദികളാണെന്നതിൽ തർക്കമില്ലല്ലോ, ഇല്ല. എന്നാൽ ഞങ്ങൾ യഥാർത്ഥ ത്വരീഖത്തിൻ്റെ ആളുകളാണ് എന്ന് അവർക്ക് പ്രമാണം വെച്ചുകൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു? മുൻഗാമികളായ മഹാന്മാർ, യഥാർത്ഥത്തിൽ തസവുഫിൻ്റെ മഹാന്മാരായ ഔലിയാക്കളുടെ സംഭവങ്ങൾ പറയുക, അവരുടെ പേര് പറയുക. ചെമ്പ് കൊണ്ടുവന്നിട്ട് ഒരാൾ അത് സ്വീകരിക്കാതെ വന്നപ്പോൾ സ്വർണത്തിൻ്റെ മഹത്വം പറയുക. സ്വർണം അങ്ങനെയൊക്കെയാണ്, സ്വർണത്തിന് അത്രയൊക്കെ മൂല്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ ചെമ്പ് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുന്ന വിഡ്ഢിത്തമാണ് നൗഷാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ അബൂ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്ത് പോയ സംഭവം പറയുന്നു.
ഷൈബാനുർ റാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്തേക്ക് ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പോയ സംഭവം പറയുന്നു. അവിടെ കണ്ട അത്ഭുതങ്ങളും കറാമത്തുകളും പറയുന്നു. അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. അതൊക്കെ പറഞ്ഞതുകൊണ്ട് അവരും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അവരും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്ന പോയിന്റ്. ആ മഹാന്മാരുടെ ഖദമിലുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ ഞങ്ങളാണ്. നിങ്ങൾ ആ മഹാന്മാർ പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമാണ്. അപ്പം ആ മഹാന്മാരുടെ പേര് പറഞ്ഞ് നിങ്ങളെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമം, സ്വർണത്തിൻ്റെ മഹത്വം പറഞ്ഞ് ചെമ്പിനെ സ്വീകരിക്കണമെന്ന് പറയുന്ന വിഡ്ഢിത്തമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവർ സ്വർണമാണ് എന്ന് ഉറപ്പ് ഉണ്ടോ? ബുദ്ധിയുള്ളവർ പരിശോധിച്ച് സ്വർണമാണെന്ന് ഉറപ്പുവരുത്തി അത് സ്വീകരിക്കും. വ്യാജമാണ് എന്ന് കണ്ടാൽ അതിനെ തള്ളിക്കളയും. എന്നതുപോലെ അതേ പണി തന്നെയാണ് ഞങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഉലമാഇന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ത്വരീഖത്തല്ല എന്ന് ബോധ്യപ്പെട്ടവരെ ഞങ്ങൾ തള്ളുന്നു, അവരെ ആദർശപരമായി ഗണ്ണിക്കുന്നു. എന്നാൽ മഹാന്മാരായ സൂഫിയാക്കൾ, ഔലിയാക്കൾ അവരിന്നും സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിച്ചവരാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാമു അഹ്ലി സുന്ന, ബഹുമാനപ്പെട്ടവർ ഷെയ്ഖ് അബൂ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സമീപം പോയി അവിടുത്തെ ഉപദേശം സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ഒരു വലിയ മഹാനായിരുന്നു. ആ ഷെയ്ഖ് അബൂ ഹംസ റളിയല്ലാഹു അൻഹു ഒരിക്കലും സുന്നത്ത് ജമാഅത്തിനെതിരെ പറഞ്ഞിട്ടില്ല. എന്നാൽ കുരുവട്ടൂരിസത്തെ നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? അവർ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധരായതുകൊണ്ട്. പൂച്ച പ്രസവിച്ച് കുട്ടികളെ കൊണ്ട് ഓടുന്നത് പോലെ ഓരോ സ്ഥലത്തേക്കും മൈക്ക് സെറ്റും അതുപോലെ സ്റ്റേജും ബോക്സും സദസ്സും എല്ലാം കൂടി കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് പരിപാടി എന്ന പേരിൽ കുറച്ച് ബഹളം ഉണ്ടാക്കുന്നു. അതിൻ്റെ പേരിലാണോ? വേറെ ഒരു പണിയില്ലല്ലോ. നൗഷാദിനും ടീമിന് വേറെ എന്ത് പണിയാണുള്ളത്? ഒരു പണിയില്ല. അപ്പം പിന്നെ അവർക്കതൊരു പണി, അതങ്ങനെ നടക്കട്ടെ. എന്നാൽ അതല്ല നമ്മൾ എതിർക്കാനുള്ള കാരണം. പിന്നെയോ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമായ ആശയം പറയുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമായ വിശ്വാസം പഠിപ്പിക്കുന്നു. മുൻകാലത്ത് മുഅ്തസിലത്ത് എന്ന് പറയുന്ന കക്ഷികളുണ്ട്. ആ കക്ഷികൾ പ്രചരിപ്പിച്ച ആശയം ഇന്ന് പൊടിത്തട്ടി കൊണ്ടുവരികയാണ്. മൊബൈൽ വാദം കൊണ്ടുവന്നില്ലേ ഇവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് നേരത്തെ പടച്ചു കൊടുക്കുന്നു പറഞ്ഞില്ലേ ഇവിടെ? അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ പറഞ്ഞാൽ അത് അഖ്ലിയായ മുഹാലാണ്. അഖ്ലിയായ മുഹാൽ എന്ന് പറഞ്ഞാൽ നൗഷാദിന് തിരിയോ? ആ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ജാഹിലിയങ്ങൾക്ക് തിരിയോ? അഖ്ലിയായ മുഹാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, സംഭവിക്കാത്ത അസംഭവ്യമായ കാര്യമാണ്. അതെങ്ങനെയാണ്? ബുർഹാനുത്തമാൻ പോലുള്ള തെളിവുകൾ നിരത്തി നമുക്കത് സ്ഥാപിക്കാൻ കഴിയും. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ യുക്തിവാദികളെയും ഇസ്ലാം വിരുദ്ധരെയും ഒക്കെ പരിശുദ്ധ ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഏണി വെച്ച് കൊടുക്കുകയാണ് ഇവർ. അപ്പം അങ്ങനെയുള്ള പൊട്ടൻ ആശയങ്ങൾ, അതുപോലെ മഹാന്മാരുടെ കഴിവ് ഹഖീഖത്തൻ കഴിവാണെന്ന വാദം, അതുപോലെ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെയാണ് കഴിവുകൾ എന്ന് പറയുന്നു. അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പിശാച് കളവ് പോലും പറയില്ല എന്ന് പിശാചിനെ വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇങ്ങനെയുള്ള സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അവരുടെ പിഴച്ച വിശ്വാസങ്ങൾ വളരെ കൃത്യമായി അക്കമിട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഗണ്ണനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പുത്തൻവാദവുമായി കടന്നു വന്നു. പിന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാഇനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഏറ്റവും ദുഷിച്ച മാർഗത്തിലുള്ള കടുത്ത ഫിസ്ഖാണ് ഈ മൗലവി ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആലിമീങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇനെ ചീത്ത വിളിച്ച് നടക്കുക. അങ്ങനെയുള്ള ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ നിരന്തരം ചെയ്യുന്ന കക്ഷികൾ എന്ന നിലക്കാണ് ഈ കക്ഷികളെ നമ്മൾ ആദർശപരമായി ഗണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇവർ കൊണ്ടുവന്ന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം എന്താണ്? ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം ഏത് കള്ളത്തൊരീഖത്തും എന്ന പോലെ ഏതെങ്കിലും ജാഹിലീങ്ങൾ കാട്ടിൽ നിന്നോ അതല്ലെങ്കിൽ കിണറ്റിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്ന് ഞാനിപ്പോൾ ഷെയ്ഖാണ് എന്നാണ് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ അവരെ കൂടെ പോകണമെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ജാഹിലീങ്ങൾ ഒരിക്കലും ഷെയ്ഖാവൂല, അവർ വലിയ പോലുമാകൂല, ഉലമാ മാത്രമാണ് അള്ളാഹുവിൻ്റെ വലിയായി മാറുന്നത്. എന്നാൽ ഇപ്പം നൗഷാദ് പറയുന്നത് അതിന് വിരുദ്ധമായ ആശയമാണ്. ഏത് ജാഹിലിനെയും ഷെയ്ഖാക്കെന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ നൗഷാദ് തന്നെ പറയട്ടെ,
എന്ത് വലിയാകാൻ യോഗ്യതയുണ്ട് എന്നല്ല, മുറബ്ബിയായ ഷെയ്ഖിൻ്റെ മുമ്പിൽ പോയിരിക്കാൻ യോഗ്യത കൈവരിക്കുന്ന മുരീദാകണമെങ്കിൽ പോലും അത് എല്ലാവർക്കും കഴിയൂല. അതിന് ചില യോഗ്യതകൾ വേണം. ഇത് നമ്മൾ വിശദീകരിച്ചതാണ്, കൃത്യമായിട്ട് ഇമാമുകളെ കിതാബ് വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചതാണ്. മുരീദാകണമെങ്കിൽ പോലും യോഗ്യത വേണം. അത് നൗഷാദ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആദ്യം. നമുക്കറിയില്ല, നമ്മളൊരു ദിക്റും ചൊല്ലി ജീവിക്കുക എന്ന് തോന്നിയ അയ്യമ്പടൂലേ. നിങ്ങൾ ദിക്റും ചൊല്ലി ജീവിച്ചോളൂ, അതിനാരാ വിടാത്തത്? ദിക്റും ചൊല്ലി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വഴിയിൽ നിന്നുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോയിക്കോളൂ, അതിനാരാ തടസ്സം പറഞ്ഞു? അപ്പോ ത്വരീഖത്താരാണ് എന്ന് താങ്കൾക്കറിയൂല, അതുപോലെ ശരീഅത്തിനെ കുറിച്ചറിയില്ല, ത്വരീഖത്തിനെ കുറിച്ചറിയില്ല, മുരീദാകാനുള്ള യോഗ്യതയില്ല. അതെ, അതാണ് അതിൻ്റെ ശരി, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ വന്നിട്ട് പറയുന്നു, ഏത് ജാഹില് വന്ന് പറഞ്ഞാലും അവർ കാലഘട്ടത്തിൻ്റെ മശായിഖന്മാരാണ് എന്ന് വരുത്തി തീർത്ത് കാട്ടിൽ നിന്നോ മറ്റോ എഴുന്നേറ്റ് വന്ന ജീവികളൊക്കെ പിടിച്ചുകൊണ്ട് ഷെയ്ഖാക്കണം എന്ന് പറയാൻ വേണ്ടി ഇന്നലെ പത്തനാപുരത്ത് വന്ന് അയാൾ വായിച്ചൊരു ഇബാറത്ത്, ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത്. ആ ഇബാറത്തിൽ എന്താണുള്ളത്? അതും പോലും ആ ജാഹിലിന് മനസ്സിലായില്ല. അയാള് നമുക്കെതിരെ അദ്ദേഹത്തിന്റെ പുത്തൻവാദം സ്ഥാപിക്കാൻ വേണ്ടി വായിച്ചതാണ്. എന്താണ് ആ ഇബാറത്ത്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅമ്മൽ ആലിമു, ആലിമായ മനുഷ്യൻ, ഫഹുവല്ലദീ അലിമ വത്തലഅ അലൽ ഉലൂമിൽ ളാഹിറ, ശരീഅത്തിന്റെ ളാഹിറായ ഉലൂമ് പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതൻ, അദ്ദേഹം അത് പഠിക്കുകയും ഫഅമില ബിഹാ, ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഫവറസഹുല്ലാഹു, അല്ലാഹു തആല അവനിക്ക് വിറാസത്ത് നൽകും, ബിഇൽമിഹിൽ അൽ ഉലൂമിൽ ബാത്തിന, അവൻ്റെ ഈ ശരീഅത്തുൽ ഇസ്ലാമിൻ്റെ ജ്ഞാനവും അതിലുള്ള കർമ്മവും കൊണ്ട് ബാത്തിനിയായ ഉലൂമ് കൊടുത്ത് അവനെ അല്ലാഹു തആല വിറാസത്ത് നൽകും. അപ്പോൾ അള്ളാഹുവിൻ്റെ വാരിസീങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ്? ശരീഅത്തിൻ്റെ ഇൽമ് പഠിച്ച് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന മഹാന്മാർ, അവരാണ് അള്ളാഹുവിൻ്റെ വാരിസീങ്ങൾ. അതല്ല എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് മഹാന്മാരുടെ കറാമത്ത് എന്ന് പറയുന്നത്. എന്ത്? നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ വലിയ വലിയ ഉലമാ, അവരൊന്നും ഔലിയ അംബിയാഇന്റെ വാരിസീങ്ങളല്ല. പിന്നെ ആരാണ് വാരിസീങ്ങൾ എന്ന് പറഞ്ഞാൽ? ഇതുപോലെ ഏതെങ്കിലും കാട്ടുന്നോ തോട്ടുന്നോ അതുപോലെ കടലിൽ നിന്നോ അതുമല്ലെങ്കിൽ കിണറ്റിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്ന ജാഹിലീങ്ങളാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് സ്ഥാപിക്കാൻ വേണ്ടി നൗഷാദ് തന്നെ വായിച്ച ഇബാറത്ത്, ആ ഇബാറത്തിൽ തന്നെയുള്ളത് എന്താണ്? ഇങ്ങനെ അല്ലാഹു തആല വിറാസത്ത് നൽകുന്ന മഹാന്മാർ, ബാത്തിനിയായ ഇൽമു കൊടുക്കുന്ന, കശ്ഫ് കറാമത്ത് കൊടുക്കുന്ന മഹാന്മാർ, അത് ആരാണ്? ശരീഅത്തിന്റെ ഇൽമു പഠിച്ച് ആ ഇൽമു പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ച മഹാന്മാർ, അവർക്കാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. അല്ലാതെ ആർക്കല്ല? വേറെ ഏതെങ്കിലും ജാഹിലീങ്ങൾക്കല്ല കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദിനിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെ കൊണ്ട് തന്നെ അല്ലാഹു തആല പറയിപ്പിക്കുകയാണ്. ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണം. അവിടെ പോയി ഇരിക്കുന്ന താടി നരച്ച കുറേ ആളുകളെ കാണുന്നുണ്ട്. അവരൊക്കെ ഈ ആഖിബത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഈ നൗഷാദും ടീമും നിങ്ങളെ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ പത്തനാപുരത്ത് അടക്കം കാര്യമായിട്ട് പറഞ്ഞ ഒരു വിഷയം അതാണ്, അതിൻ്റെ കളവാണ്. ആ കളവിനുള്ള മറുപടിയാണ് നമ്മൾ പറഞ്ഞത്. അത് അവരിൽ വായിച്ച കിതാബിൻ്റെ ഇബാറത്തിൽ തന്നെയുണ്ട്. അത് നൗഷാദിന് മനസ്സിലായിട്ടില്ല, കേൾക്കുന്നവർക്ക് അത്രയും മനസ്സിലായില്ല. അവിടെയാണ് ജാഹിലീങ്ങളാകുമ്പോൾ അങ്ങനെയാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ജാഹിലീങ്ങൾ വന്ന് അവർ വിഴക്കും മറ്റുള്ളവരെയും വിഴപ്പിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട EK ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കേരളത്തിൽ ജീവിച്ച വലിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട EK ഉസ്താദ്. EK ഉസ്താദ് അവർകൾ തരീഖത്തും തസവുഫും ഒക്കെ നന്നായി മനസ്സിലാക്കിയ മഹാനാണ്. ബഹുമാനപ്പെട്ട EK ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പോൽ, എന്ത്? മുറബ്ബിയായ ഷെയ്ഖ് എല്ലാവർക്കും വേണം, മുത്തഅല്ലിമീങ്ങൾക്ക് പോലും മുറബ്ബിയായ ഷെയ്ഖ് വേണം. ഒരിക്കലും പറഞ്ഞിട്ടില്ല. പച്ചക്കളവാണ് നൗഷാദെ പറഞ്ഞത്. മുറബ്ബിയായ ഷെയ്ഖ് ആർക്കാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. നമ്മുടെ സ്വന്തം വിശദീകരണമല്ല.
ഇമാമുകളുടെ കിതാബുകൾ വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചു. അത് സാലിക്കീങ്ങളായ മഹാന്മാർക്കുള്ളതാണ്. എന്നാൽ എല്ലാവർക്കും ഷെയ്ഖ് വേണം. മല്ലം യകുൻ ലഹു ഷെയ്ഖുൻ ഫഇബ്ലീസു ഷെയ്ഖുഹു എന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവറുകൾ പറഞ്ഞത് ഷെയ്ഖു തഅലീമിനെ കുറിച്ചാണ്. അവനവനെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ വേണം. ഉസ്താദുമാരില്ലാതെ സ്വയം പഠിക്കാൻ പോയാൽ ഇതുപോലുള്ള കള്ളത്വരീഖത്തിൽ ചെന്ന് പെട്ടുപോകും. അതുകൊണ്ടാണ് ഫഇബ്ലീസു ഷെയ്ഖുഹു, അവൻ്റെ ഷെയ്ഖ് ഇബ്ലീസാണെന്ന് പറഞ്ഞത്. ഇബ്ലീസ് ഷെയ്ഖാകുമ്പോഴാണ് കുരുവട്ടൂരിസത്തെ പോലുള്ള പുത്തനവാദത്തിൽ ആളുകൾ ചെന്ന് വീഴുന്നത്. അപ്പോൾ ഈ കെ ഉസ്താദ് പറഞ്ഞത് എന്താണ്? നൗഷാദ് തന്നെ ഇട്ട ക്ലിപ്പ് ഒന്ന് കേൾക്കാം. നമ്മൾ ഒരു മുതല്ലിമാണെങ്കിലും പണ്ഡിതനാണെങ്കിലും ഏതെങ്കിലും ഒരു ആത്മീയ പിൻബലം വേണം. ശൈഖുനാ ഇടയ്ക്ക് പറയുമായിരുന്നു. അത് പറയുക മാത്രമല്ല, ജീവിതത്തിൽ കാണിച്ചു കൊടുത്തവരാണ് അവർ. സമസ്തയുടെ സെക്രട്ടറിയായി എത്രയോ കാലം കണ്ടോ. അപ്പോ ആ പുസ്തകത്തിലുള്ളത് എന്താണ്? ഒരു മുതല്ലിമാണെങ്കിൽ പോലും ആത്മീയ പിൻബലം വേണം. അതെ, ആത്മീയ പിൻബലമാണ് അവന്റെ ഉസ്താദ് ഗുരുവര്യർ, അവന്റെ ഉസ്താദ് ഷെയ്ഖു തഅലീം. അത് എല്ലാ മുതല്ലിമീങ്ങൾക്കും വേണം. അല്ലാതെ വന്നാൽ ഓരോരുത്തർ സ്വന്തമായിട്ട് കിതാബ് മറിച്ച് വായിക്കാൻ തുടങ്ങിയാൽ അവിടെ ഒരുപാട് പിഴവുകൾ സംഭവിക്കാനിടയാകും. അതുകൊണ്ട് മഹാന്മാരായ മുസന്നിഫീങ്ങൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച വരികൾ, അക്ഷരങ്ങൾ, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വായയിൽ നിന്നും കേൾക്കണം, ഉസ്താദുമാരുടെ വായയിൽ നിന്ന് കേൾക്കണം. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറയാറുള്ളത്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, പരമ്പര സഹിതമാണ് ദീന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉസ്താദുമാരിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ഉസ്താദുമാരിൽ നിന്നും അങ്ങനെ പരമ്പരയായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പരമ്പരയുണ്ട് നമുക്ക്. ഇപ്പം എനിക്ക് എൻ്റെ പരമ്പര പറയാൻ കഴിയും. സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തബാർ ഉസ്താദിൽ നിന്ന് ഞാൻ കേട്ടു, ഉസ്താദ് അവിടുത്തെ ഉസ്താദ് ഓക്കെ ഉസ്താദിൽ നിന്ന് കേട്ടു. അങ്ങനെ പോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്ന പരമ്പരയുണ്ട് നമുക്ക്. അതാണ് മുതല്ലിമീങ്ങൾക്കൊക്കെ ഒരു ആത്മീയ പിൻബലം വേണം. അത് അവരുടെ ഉസ്താദാണ്. അല്ലാതെ ഇതുപോലുള്ള കള്ളന്മാരെ പോയി പിടിക്കണം എന്നല്ല ശംസുൽ ഉലമ ഈ കെ ഉസ്താദ് അവറുകൾ പറഞ്ഞത്. അങ്ങനെയാണെന്ന് വരുത്തി തീർക്കണമോ ഈ നൗഷാദ്? അതാണ് പറയുന്നത്, കടുത്ത വഞ്ചനയാണ് ചെയ്തത്. മഹാന്മാർ പറഞ്ഞ വാക്കിനെ മലയാളത്തിൽ എഴുതി വെച്ചതിനെ പോലും ഈ നിലയ്ക്ക് ദുർവ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാരുടെ വാക്കുകൾ ഓരോന്നിനെയും എടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കണം. നമ്മൾ നേരത്തെ ഇദ്ദേഹം കൊല്ലങ്ങളായി പറഞ്ഞിരുന്ന ആശയങ്ങളെ മുഴുവനും കൃത്യമായിട്ട് നമ്മൾ ഗണ്ണിച്ചു. ഇപ്പോൾ അതൊന്നുമില്ല, അതൊക്കെ വിട്ടു. പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അത് വായിക്കുക, അതിൻ്റെ നേരെ എതിരർത്ഥം പറയാം, അല്ലെങ്കിൽ അതിലില്ലാത്ത അർത്ഥം പറയാം. ഇങ്ങനെയായിരുന്നു ആദ്യത്തെ പരിപാടി. എന്നാൽ അത്തരം കിതാബുകൾ നമ്മൾ തുറന്നു വെച്ച് വായിച്ച് നൗഷാദ് പറയുന്നതും ചെയ്യുന്നതും കടുത്ത വഞ്ചനയാണ് എന്ന് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇപ്പം പഴയ കളി നടക്കൂല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പം എന്ത് ചെയ്യുന്നു? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പഴയകാല ചരിത്രത്തിലേക്ക് പോയി ചരിത്രത്തെ ദുർവ്യാഖ്യാനം നടത്തി രക്ഷപ്പെടാൻ കഴിയുമോ, പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പം നൗഷാദ് പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം നമ്മുടെ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്യുന്നത്. എക്കാലഘട്ടത്തിലും നമ്മൾ പഠിച്ചത് എന്താണ്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയേണ്ടത് ആരാണ്? അത് പഠിച്ച പണ്ഡിതന്മാരാണ് പറയേണ്ടത്. ദീന് പറയേണ്ടത് അത് പഠിച്ച പണ്ഡിതന്മാരാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾ അറിയില്ലെങ്കിൽ അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിക്കണം. പണ്ഡിതന്മാർ അൽ ഉലമാ ഉമ്മത്തി കഅംബിയാ ഇബ്നി ഇസ്രായീൽ, എൻ്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലെ അമ്പിയാക്കളുടെ സ്ഥാനത്താണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മറ്റൊരു നബി വരാനില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യം പിന്നെ പഠിപ്പിക്കാനുള്ളത് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധികളായ നമ്മുടെ ഉലമാ ആണ്. ആ ഉലമാ ആണ് ഇവിടെ ദീന് പറയേണ്ടത്. എന്നാൽ ദീന് പറയേണ്ടത് ഉലമാ അല്ല. പിന്നെയോ കോമാട്ടുചാലിൽ അബ്ദുല്ലാനെ പോലുള്ള ജാഹിലീങ്ങളാണ്
അവരേതെങ്കിലും കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ അപ്പം പിടിച്ച് ഷെയ്ഖാക്കണം. ഏതെങ്കിലും കരിമ്പിടം പൊടിച്ച് വന്നാൽ അപ്പം പിടിച്ച് ഷെയ്ഖാക്കണം. 4 ദിവസം കുളിക്കാതെ നിന്നാൽ അപ്പം ഷെയ്ഖാക്കണം. ഇങ്ങനെയുള്ള ദുരന്തങ്ങളാണ് ഈ നൗഷാദും ടീമും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹാന്മാരായ ഉലമാ ഈ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഈ നിലപാട്, അഥവാ ദീന് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാര് അത്തിബ്ബാഉൽ ഖുലൂബാണ്, നമ്മുടെ ഹൃദയത്തെ അതിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണ് എന്നത് നമ്മുടെ സുന്നത്തി ജമാഅത്തിൻ്റെ എല്ലാ നേതാക്കളും പറഞ്ഞതാണ്, എല്ലാ ഇമാമുകളും പറഞ്ഞതാണ്. അത് നമ്മുടെ ആലിമീങ്ങൾ പറയുമ്പോൾ അതിനെ പരിഹസിക്കുകയാണ് നൗഷാദ്. ആ പുസ്തകത്തിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല തീരുമാനം. ആലിമീങ്ങൾ തീരുമാനം പറയാം അങ്ങനെയാണ്. പരിശോധന അവര് പരിശോധിച്ചിട്ട് തൊടാൻ പാടില്ല എന്ന് പറയും. ഏതുപോലെ അവര് അത്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഡോക്ടർമാരാണ്. ഡോക്ടർമാര് പറയേണ്ടത് എങ്ങനെ? നമ്മളെ ടെസ്റ്റ് എല്ലാം റിപ്പോർട്ട് എല്ലാം ബാക്കി ഡോക്ടർ പറഞ്ഞു ഇനി പഞ്ചസാര കഴിക്കണ്ട, ഇനി ഉപ്പ് വേണ്ട, ഇനി അത് വേണ്ട, ഇത് വേണ്ട. ഇപ്പൊ ഡോക്ടറോട് അതിനെന്താ തെളിവ്? നിങ്ങൾ പഞ്ചസാര കഴിക്കണ്ട എന്താ തെളിവ്? എന്താ കഴിച്ചാൽ എന്താ വരിക? അങ്ങനെ ആർക്കും ചോദിക്കാറുണ്ടോ? ചോദിച്ചാൽ നമ്മൾ എന്താ അറിയോ, വേറെ ഡോക്ടറെ അടുത്തുള്ളൂ വേണ്ട. അതായത് ഇയാൾക്ക് സുഖമില്ലാന്ന് നോക്കും. ഇതുപോലെ ആലിമീങ്ങൾ ഒന്നടങ്കം ഒരു തീരുമാനം എടുത്തിട്ട് അതിന്റെ തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ ഓന് തെളിവെന്തെങ്കിലും അറിയോ? ഒരു തെളിവിനെ പറ്റി വല്ലതും അറിയോ? അപ്പൊ പിന്നെന്ത് ചോദിക്കാനാ? അപ്പൊ ആലിമീങ്ങൾ ഒരു തീരുമാനമെടുത്താൽ അതിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുക, അതാണ് അത്. ഇത് ഒരു ഡോക്ടറല്ല, മറിച്ച് ധാരാളം ഡോക്ടർമാർ ഒന്നിച്ചിരുന്നിട്ടാണ് തീരുമാനം എടുക്കുക. അപ്പൊ ആ തീരുമാനങ്ങൾ അത് പൂർണ്ണമായി അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലുള്ള മുഅ്മിനീങ്ങൾ. അല്ലാഹു തആല അതനുസരിച്ച് ജീവിച്ച് മരിക്കാനും. ഒരു പുതിയ വാദം ഇവിടെ കൊണ്ടുവരികയാണ്. എന്താ പുതിയ വാദം? പഴയ കാലത്തുള്ള ഒരു പുതിയ വാദമല്ല മൗലവി, അത് എക്കാലഘട്ടത്തിലും അഹ്ലുൽ ഇസ്ലാം, ഇസ്ലാമിക ശരീഅത്ത് പിന്തുടരുന്ന മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ എക്കാലഘട്ടത്തിലും പിന്തുടർന്നു വന്ന നയമാണിത്. ദീനുൽ ഇസ്ലാം പറയേണ്ടത് അത് പഠിച്ച പണ്ഡിതന്മാരാണ്. ഒരു കാര്യത്തെക്കുറിച്ച് സമൂഹത്തെ അവർ മുന്നറിയിപ്പ് നൽകുകയാണ്, അത്തരം കക്ഷികളിലേക്ക് പോകരുത്, അവരുടെ വിശ്വാസം പിഴച്ചതാണ് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ അത് കേൾക്കും. കാരണം എല്ലാ സാധുക്കളായ ജനങ്ങൾക്കും ഏത് വിഷയവും പരിശോധിക്കാനുള്ള കഴിവുണ്ടാകൂല. അപ്പം ഇസ്ലാം പഠിച്ച, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിച്ച പണ്ഡിതന്മാരത് പരിശോധിച്ച് അവർ പറയും അങ്ങോട്ട് അടുക്കാൻ പാടില്ലാതെ അപകടമാണ്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ തന്നെ ദൗത്യം തന്നെ അതാണ്. അങ്ങനെ ഏത് കാലത്തും, മുൻഗാമികളായ മഹാന്മാരുടെ കാലത്തും അതുപോലെ തന്നെ നമ്മുടെ സമകാലികരായ പണ്ഡിതന്മാരുടെ കാലത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ഇബ്നു തൈമിയ ഒരു പുതിയ വാദവുമായിട്ട് വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പാടില്ല, അതിനുവേണ്ടി യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഇബ്നു തൈമിയ വാദിച്ചപ്പോൾ അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന പണ്ഡിതൻ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു കൃത്യമായ നിലപാട് പറഞ്ഞു. കിതാബ് തന്നെ എഴുതി, ഷിഫാഉസ് സഖാം ഫി സിയാറത്തി ഖൈരിൽ അനാം എന്ന പേരിൽ കിതാബ് തന്നെ എഴുതി ഇബ്നു തൈമിയയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകി. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശക്തമായിട്ട് മുന്നറിയിപ്പ് നൽകി. അതുപോലെ തന്നെയാണ് നിങ്ങളെപ്പോലുള്ള കള്ള ശൈഖന്മാരും കള്ള ത്വരീഖത്തുകാരും കടന്നു വരുമ്പോൾ ഇക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ അവർ ദീനനുസരിച്ച് നിയമം പറയും, അങ്ങോട്ടടിക്കാൻ പാടില്ല, അവർ പിഴച്ചവരാണ്. അപ്പം മൗലവി പറയാണ്, നൗഷാദ് പറയാണ്, അതൊരു പുത്തൻവാദാണ്. പുത്തൻവാദമല്ല, നിങ്ങൾ പുത്തൻവാദികളായതുകൊണ്ട് തോന്നുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉലമാ അവർ ദീനനുസരിച്ച് നമ്മുടെ ആത്മാവിനെ ചികിത്സിക്കുന്ന ആളുകളാണ്. അപ്പോൾ മൗലവി പരിഹസിക്കുകയാണ്. എന്തിന്? നമ്മുടെ ഉലമാ ഇമാമുകളാകട്ടെ, അവർക്ക് ശേഷം വന്ന നമ്മുടെ സമകാലികരായ പണ്ഡിതന്മാരാകട്ടെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ വിനയാന്യതരായിരിക്കും. അവരൊരിക്കലും ഞാനൊരു വലിയ ഉഷാറുള്ള ആളാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ എല്ലാം തികഞ്ഞ ആളാണ് എന്നൊന്നും പറയൂല. അത് വിനയാന്യതരായി അവരെപ്പോഴും വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന, അവർ വിനയാന്യതരായി നടക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാ അവരുടെ വിനയം പ്രകടിപ്പിക്കും.
ആ വിനയം പ്രകടിപ്പിക്കുന്നതിനെ പരിഹസിക്കുന്നത് നോക്കൂ നൗഷാദ്. ആ മുഅ്മിനീങ്ങളോടും വസിയ്യത്തായി പറയട്ടെ, ഈ ഞാനൊരു മൈസൂമായ നബിയല്ല. എന്താ പറഞ്ഞിട്ടോ? ഞാനൊരു സംഘടനാ പ്രവർത്തകനാണ്. എനിക്ക് ചിലപ്പോൾ ചില ന്യൂനതകൾ ഉണ്ടാവും, ചില ദോഷങ്ങൾ ഉണ്ടാവും. ഞാനൊരു നബിയല്ല, എന്നിൽ തെറ്റുകൾ വരും. അങ്ങനെ വന്നാൽ അതാ പേരോട് അത്രമാൻ സഖാഫി ഇന്ന തെറ്റ് ചെയ്തു, അവിടെ ഞാൻ ഈ സംഘടനയിലില്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത്. അദ്ദേഹത്തിന്റെ തെറ്റ് അയാളെ കൊണ്ട് തിരുത്തിപ്പിക്കണം. അത് അദ്ദേഹത്തെ സ്വകാര്യം കണ്ടിട്ട് നിങ്ങളെ പറഞ്ഞത് ശരിയായില്ല, നിങ്ങളെ ചെയ്തേ ശരിയായില്ല, അല്ലെങ്കിൽ നീ ആ ചെയ്തേ ശരിയായില്ല എന്ന് എന്നെ ഉപദേശിക്കണം. ഞാനത് സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്റെ മേലെയുള്ളവരോട് അത് പറയണം, തലയിൽ തങ്ങളോട് പറയണം. ആരോട് അത് പറയാം? ഒക്കെ ഹൃദയത്തിന്റെ ഡോക്ടർമാരായിരിക്കല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു അവസ്ഥയുള്ളത്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും അവർക്ക് തന്നെ എന്തില്ല ഉറപ്പില്ല. അവർ പറയുന്നതും അവർ ശ്രദ്ധിക്കുന്നതും എന്താണെന്ന് സ്വയം ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഫോളോ ചെയ്താൽ നമ്മൾ അപകടത്തിൽ പെട്ടുപോകും. ഇനി ഞാൻ ഒറ്റ കാര്യം കൂടി പറയാണ്. അതെന്താണ്? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ അധിക ബുദ്ധി വേണോ? എന്താണ് നമ്മുടെ ഉലമാ പേരോട് ഉസ്താദ് പറഞ്ഞു, ഞാൻ ഒരു മാസൂമല്ല, എന്നിൽ നിന്നും വല്ല തെറ്റും കണ്ടാൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം, വിനയത്തിന്റെ ഭാഷയിൽ പറഞ്ഞു. അപ്പൊ നൗഷാദ് പറയാണ്, കണ്ടോ സ്വന്തം തന്നെ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല, അവരെ പിന്തുടർന്നാൽ നമ്മളെ അവസ്ഥ എന്താണ്? അപ്പൊ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്താ പറയുന്നത്? സ്വർഗത്ത് ടിക്കറ്റ് കിട്ടിയ ആളാണെന്നാ പറയുന്നത്. ആണോ? എന്ത് ജഹാലത്താ മൗലവി പറയുന്നത്? എന്ത് ജഹാലത്താ പറയുന്നത്? അത് അള്ളാഹുവിൻ്റെ മഹാന്മാരായ അല്ലാഹു തആല വ ഇബാദുർ റഹ്മാൻ എന്ന് പ്രയോഗിച്ച അള്ളാഹുവിൻ്റെ അടിമകൾ അവർ വിനയമുള്ളവരായിരിക്കും. അത് എല്ലാ മഹാന്മാരുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആരായിരുന്നു? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഖുതുബായിരുന്നില്ലേ? അള്ളാഹുവിൻ്റെ മഹാന്മാരിൽ പ്രമുഖനായിരുന്നില്ലേ? ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറയുന്നുണ്ട്, വലുഖിബ നാസിറസ് സുന്നത്തി ലമ്മാ നാളറ കാബിറഹ വളഫിറ അലൈഹിം കമുഹമ്മദ് ബിൻ അൽ ഹസൻ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നാസിറുസ് സുന്ന എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്. അക്കാലഘട്ടത്തിലുള്ള പ്രമുഖരായ ആളുകളുമായി വൈജ്ഞാനികമായ ചർച്ച നടത്തുകയും അവരിൽ നിന്നൊക്കെ വളരെയധികം മികച്ചു നിന്ന മഹാൻ. ثم بعد عامين رجع لمكة, പിന്നെ മക്കയിലേക്ക് മടങ്ങി. ثم لبغداد, അങ്ങനെ മക്കയിൽ നിന്നും ബഗ്ദാദിലേക്ക് പോയി. സനത 98 ഹിജറ 98. ثم بعد സനത്തിൻ, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ലിമിസ്റ, ഈജിപ്തിലേക്ക് മടങ്ങി. ഫഅഖാമ ബിഹാ, പിന്നെ ഈജിപ്തിൽ ബഹുമാനപ്പെട്ടവർ സ്ഥിരതാമസമാക്കി. കഹ്ഫൻ ലി അഹ്ലിഹാ, ഈജിപ്തുകാരായ ആളുകൾക്ക് ഒരു വലിയ അഭയകേന്ദ്രമായി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടെ താമസിച്ചു. ഇലാ അൻ തഖത്തബ, ബഹുമാനപ്പെട്ടവർ അവിടെ ജീവിക്കുന്ന സമയത്ത് അവിടുന്ന് ഖുതുബായി അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വലിയ സ്ഥാനം നേടിയവരാണ് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഖുതുബായിരുന്നു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ ഏറെ ഇഷ്ടം വെക്കുന്നു, പക്ഷേ വലസ്തു മിൻഹും, ഞാൻ അവരിൽ പെട്ടിട്ടില്ല. ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ, ആ സ്വാലിഹീങ്ങൾ അവരുടെ ശഫാഅത്ത് എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആര് പറഞ്ഞു? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. നൗഷാദേ, നിന്റെ ഭാഷയിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു സ്വാലിഹല്ലാത്ത ഒരു ഫാസിഖായ മനുഷ്യനാണെന്നല്ലേ നീ പറയുന്നത്? അല്ലേ? അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഖുതുബായി ഉയർന്നവരാണെന്ന് ഇമാമുകൾ എഴുതി വെച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ സ്വാലിഹീങ്ങളിൽപ്പെട്ടവനല്ല, ഞാൻ അവരെ ഏറെ പ്രിയം വെക്കുന്നവനാണ്. ആ മഹാന്മാരായ സ്വാലിഹീങ്ങളെ കൊണ്ട്, അവരുടെ ശഫാഅത്ത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് വിനയല്ലേ മൗലവി? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വിനയമല്ലേ? അങ്ങനെയല്ലേ മഹാന്മാർ, അങ്ങനെയല്ലേ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളെപ്പോലുള്ള മുബ്തദീങ്ങൾ പറയും, കണ്ടോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സ്വാലിഹല്ല എന്ന് ഷാഫി ഇമാം എന്നെ പറയുന്നു. ഇങ്ങനെയാണ് വഹാബികളും പറയാം. വഹാബികൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 100-ലധികം തെറ്റ് ചെയ്യാറുണ്ട്. എന്താ കാരണം? അതിൻ്റെ ന്യായം റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം 100-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ് പറയാറുണ്ട്. അപ്പം ചുരുങ്ങിയത് 100 തെറ്റ് ചെയ്യണ്ടെന്നപ്പോൾ അവരെ ലോജിക്ക്. ഇതേ ലോജിക്കാണ് ആരുടേതും? നൗഷാദിൻ്റെതും. ഞാൻ പറഞ്ഞല്ലോ, ഒരേ സ്ക്രിപ്റ്റാണ്. വഹാബികളുടേതും നൗഷാദിൻ്റെയും കുരുവട്ടൂരിസത്തിൻ്റെയൊക്കെ ഒരേ സ്ക്രിപ്റ്റാണ്.
ഇതാരുണ്ടാക്കി കൊടുത്തതാണെന്ന് അറിയേണ്ടത്. നൗഷാദ് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റിൽ വഹാബികൾ പറയുന്നതോ വഹാബി ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് അനുസരിച്ച് നൗഷാദ് പറയുന്നതോ എന്ന് മനസ്സിലാക്കിയാൽ മതി. നോക്കുനി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് വഖദ് സുഇലൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദ്യം, മതാ യജിദുൽ അബ്ദു തുഅമർ റാഹ, ഒരു മനുഷ്യന് റാഹത്ത് ആശ്വാസം എപ്പോഴാണ് നുകരാൻ പറ്റുക, ആശ്വാസം രുചിക്കാൻ പറ്റുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ ഫഖാൽ, ബഹുമാനപ്പെട്ടവരുടെ മറുപടി, ഇൻദ അവ്വലി ഖദമിൻ യദഉഹാ ഫിൽ ജന്ന, സ്വർഗത്തിൽ കാലെടുത്തു വെക്കുന്നത് വരെ ഒരാൾക്കും ആശ്വസിക്കാൻ കഴിയൂല. കണ്ടോ, അത് മഹാന്മാരുടെ വിനയത്തിന്റെ ഭാഗമാണ്. തമഖാത്തുൽ ഹനാബിലയിൽ കാണാം, മഹാന്മാരുടെ വിനയത്തിന്റെ ഭാഷയാണത്. ആ ഭാഷയാണ് നമ്മുടെ മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ, പേരൊടുസാദ് അടക്കമുള്ള നമ്മുടെ ആലിമീങ്ങൾ പറയുന്നത്. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖസിറൂൻ, ഏറ്റവും ദുഷിച്ചവരല്ലാതെ അള്ളാഹുവിൻ്റെ മക്റിൽ നിന്ന് നിർഭയരാവൂല. ഞാനൊക്കെ രക്ഷപ്പെട്ടു എന്ന്, എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെട്ടു എന്ന് അഹങ്കരിക്കൽ ആരാണ്? ആഖിറത്തിൽ പരാജയപ്പെടുന്ന മഹാ ദുർഭാഗ്യവന്മാർ മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ പറയാം, ഒരു മുഅ്മിൻ ഒരിക്കലും പൂർണ്ണമായും ഞാൻ രക്ഷപ്പെട്ടു എന്ന് അഹങ്കരിക്കൂല. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, പാതിരാത്രി അവരുടെ വിരിപ്പ് വിട്ട് എഴുന്നേൽക്കുന്നവരാണ്. ഖൗഫൻ വതമആ, അല്ലാഹുവിൽ വല്ലാതെ പ്രതീക്ഷയും, പടച്ച റബ്ബ് എനിക്ക് പുറത്തു തരുന്ന പ്രതീക്ഷ, അതോടൊപ്പം റബ്ബെന്നെ ശിക്ഷിക്കുമോ എന്ന ഭയം, ഇത് രണ്ടും കൂടി ചേർന്നവരാണ് മുഅ്മിനീങ്ങൾ. എന്നാൽ കള്ളത്വരീഖത്തുകാർ പറയുന്നു, ഞങ്ങൾക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. അങ്ങനെ പേടിക്കുന്നവരെ കൂടെ നിങ്ങൾ കൂടരുത്, കാരണം ഓൽക്ക് ഓല കാര്യത്തിൽ തന്നെ പേടിയല്ലേ, പിന്നെ എങ്ങനെ നിങ്ങളെ കാര്യം? ഇത് ഏത് ദീനാണ് നൗഷാദ്? ഇത് ഏത് ദീനാണ്? നോക്ക് നിങ്ങൾ, മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് തങ്ങളെക്കാൾ വലിയ മഹാനുണ്ടോ ഈ ഉമ്മത്തിൽ? അഫ്ദലുൽ ബശരി ബഅദൽ അംബിയാ, അംബിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനമുള്ള മഹാനാണ് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയാണ്, ലാ ആമനു മക്റല്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഞാൻ ഭയപ്പെടാതിരിക്കില്ല. വലൗ കാനത്ത് ഇഹ്ദാ ഖദമയ്യ ഫിൽ ജന്ന, എൻ്റെ രണ്ടിൽ ഒരു കാല് സ്വർഗത്തിലെത്തിയാൽ പോലും എനിക്ക് പൂർണ്ണമായി ധൈര്യമായിട്ടില്ല. രണ്ട് കാലും സ്വർഗത്തിലാണ്ട് വെച്ചാലേ എനിക്ക് ധൈര്യം വരുള്ളൂ പൂർണ്ണമായി. കാരണം സ്വർഗത്തിലെത്തിയാൽ പിന്നെ തിരിച്ചു പോകാൻ പറയില്ലെന്ന് ഉറപ്പാണ്. ഇങ്ങനെയാ മഹാന്മാർ ചിന്തിച്ചത്. നോക്കൂ നിങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, മത്തറാഹ, എപ്പോഴാണ് അവർ ആശ്വസിക്കാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മറുപടി, ഇൻദമാ തസീറു റിജ്ലുൽ യുസ്റാ ബിജിവാരിൽ യുംനാ ദാഖില ഉത്ബത്തിൽ ജന്ന, വലത്തേകാല് വെച്ചതിന് ശേഷം ആ വലത്തേകാലിൻ്റെ സമീപത്തായി സ്വർഗത്തിലെ ഉമ്മരപ്പടിയിൽ എൻ്റെ ഇടത്തേകാലും വെക്കാൻ എനിക്കെപ്പോഴാണോ അവസരം കിട്ടുന്നത് അപ്പോഴാണ് എനിക്ക് റാഹത്ത് തോന്നുള്ളൂ. ആര് പറയുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ടവർ പറയാണ്, ലൗ അഹദു ഖദമയ്യ ഫിൽ ജന്നത്തി വൽ ഉഖറ ഖാരിജഹാ, എൻ്റെ ഒരു കാല് സ്വർഗത്തിലും മറ്റേ കാല് പുറത്തുമാണെങ്കിൽ മാ ആമൻതു മക്റല്ലാഹ്, എനിക്ക് പൂർണ്ണ ധൈര്യം വരൂല. നോക്കൂ നിങ്ങൾ, മഹാന്മാരിങ്ങനെയാ ചിന്തിക്കുന്നത്. എന്നാൽ ആ മഹാന്മാരുടെ ചരിത്രം പഠിച്ച നമ്മുടെ ഉലമാവും അങ്ങനെ തന്നെയാ പറയല്, എൻ്റെ കാര്യത്തിൽ എനിക്ക് ബേജാറാണ്, ഞാൻ പൂർണ്ണമായും മഅസൂമല്ല, തെറ്റുകൾ സംഭവിക്കാം, വല്ലതും നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്നെ ഉണർത്തിത്തരണേ എന്ന് ബഹുമാനപ്പെട്ട പേരോടുസാദ് പ്രസംഗിച്ചപ്പോൾ പറയാണ് ഇയാൾ. നോക്കൂ നിങ്ങൾ, അപ്പം ഈ ഖൗമിൻ്റെ, ഈ വിഭാഗത്തിൻ്റെ നിലവാരം എത്രയുണ്ട്, ഇവർക്ക് ഇസ്ലാമുമായി എത്രമാത്രം ബന്ധമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞതെന്താണ്? അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ലൻ യുദ്ഖില അഹദൻ അമലുഹു അൽ ജന്ന, ഒരാളെയും അവൻ്റെ അമല് സ്വർഗത്തിൽ കടത്തൂല. സ്വന്തം അമല് കൊണ്ട് സ്വർഗത്തിൽ കടക്കാം എന്ന് ഒരാളും ധരിക്കണ്ട. അപ്പൊ സ്വഹാബത്ത് ചോദിക്കാണ്, വലാ അന്ത യാ റസൂലല്ലാഹ്, അങ്ങും അങ്ങനെയാണോ നബിയെ? അവിടെ നിന്നൊരു തെറ്റ് ചിന്തിക്കുക പോലും ചെയ്യാത്തവരല്ലേ?
അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി ഖാല വലാ അന, അല്ല മക്കളെ ഞാനും അങ്ങനെ തന്നെയാണ്. ഇല്ലാ അൻ യതഅമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ എന്നെ പൊതിഞ്ഞാലല്ലാതെ. അതുകൊണ്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സ്വർഗം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവിടുന്ന് സ്വർഗത്തിൽ പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിനയം പ്രകടിപ്പിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പ് കിട്ടിയവരാണ്. എന്നാലും അവരുടെ വാചകത്തിൽ കണ്ടോ വിനയം കണ്ടോ. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച വിനയം. ഈ വിനയമാണ് നമ്മുടെ ഉലമാ പറയുന്നത്. എന്നാൽ ഈ വിനയമറിയാത്ത അഹങ്കാരികളായ നൗഷാദും അദ്ദേഹത്തിൻ്റെ കുരുവട്ടൂരിസവും പറയുന്നു, എന്തുമാത്രം അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്, എന്തുമാത്രം അഹങ്കാരമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഈ കക്ഷികൾ പറയുന്നത് ദീനല്ല, ഇവർ പറയുന്നത് ഒരിക്കലും ഇസ്ലാമേ അല്ല, ഇസ്ലാമും ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇങ്ങനെയാണ് നമ്മുടെ ഉലമാഇനെ അവർ ആക്ഷേപിക്കുന്നത്. ദീന് പഠിക്കാതെ നമ്മുടെ ഉലമാ ദീനനുസരിച്ച് പറയുന്നു, അത് കണ്ടുകൊണ്ട് അവരതിനെ ആക്ഷേപിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം നമ്മൾ കഴിഞ്ഞ എൻ്റെ സംസാരത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. സമസ്തയുടെ ചരിത്രത്തെ ദുർവ്യാഖ്യാനിച്ച് നമ്മുടെ ഉലമാഇനെ, മഹാന്മാരായ നമ്മുടെ മശായിഖന്മാരെ അവരെ ചോദ്യം ചെയ്യുകയും അവരെ പരിഹസിക്കാൻ ശ്രമിക്കുകയുമാണ് ആര്? നൗഷാദ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിവാര്യമായ പുനഃസംഘടന നടന്നപ്പോൾ അതിന് നേതൃത്വം നൽകിയ നമ്മുടെ സുൽത്താനുൽ ഉലമയെയും താജുൽ ഉലമയെയും വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകണം. അൻത അലൽ ഹഖി, സത്യത്തിൻ്റെ മേലിലാണ് നിങ്ങളുള്ളത്, അത് അനിവാര്യമായിരുന്നു എന്ന് സി എം വലിയുല്ലാഹി തങ്ങൾ ഉറച്ചു പറയുന്നു. ആ പറഞ്ഞതിനെ പരസ്യമായി തള്ളുകയാണ് നൗഷാദ് ചെയ്യുന്നത്. സി എം വലിയുല്ലാഹി തങ്ങളെ തള്ളുകയല്ലേ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങൾ ഉറച്ചു പറഞ്ഞു, ദീന് പറയാൻ ഞാൻ എപിയെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ദീനല്ലേ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സി എം വലിയുല്ലാഹി തങ്ങളെ തള്ളുകയല്ലേ നൗഷാദ് ചെയ്യുന്നത്. ഇവർ സി എം വലിയുല്ലാഹി തങ്ങളുടെ നാമം ഉപയോഗിക്കുന്നത് എന്തിനാണ്? സി എം വലിയുല്ലാഹി തങ്ങളെ പരാമർശിക്കുന്നത് എന്തിനാണ്? ഇവരുടെ കുരുവട്ടൂരിസം എന്ന് പറയുന്ന വ്യാജ ത്വരീഖത്ത് ചിലവാക്കാൻ വേണ്ടി മാത്രം, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലേ മഹാനായ വലിയായ ശൈഖുന സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. അവിടത്തോട് ഒരല്പവും സ്നേഹവുമില്ല, ഒരൽപ്പം ആദരവുമില്ല. മഹാനായ സി എം വലിയുല്ലാഹി തങ്ങളെ എങ്ങനെയെല്ലാം പരിഹസിക്കാൻ പറ്റുമോ അങ്ങനെ പരിഹസിക്കുക. എന്നാൽ അതേസമയം അവിടുത്തെ നാമം ഉപയോഗപ്പെടുത്തി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ചിന്തിച്ച് അങ്ങനെ ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുന്ന മറ്റൊരു കക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു നാണവും മാനവുമില്ലാതെ മഹാന്മാരായ ഔലിയായിനെ പരിഹസിക്കുകയും അവരോട് അദബകേടായി പെരുമാറുകയും ചെയ്യുന്ന മറ്റു കക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സി എം വലിയുല്ലാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഈ കുരുവട്ടൂരിസമാണ്. ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങളെ പരസ്യമായി തള്ളുകയും അവിടത്തെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന കക്ഷികളാണ് ആര്? ഈ കുരുവട്ടൂരിസം. അവിടുന്ന് അൻത അലൽ ഹഖ് എന്ന് പറഞ്ഞ് ആശീർവദിച്ച മഹാന്മാർ, ദീന് പറയാൻ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ആശീർവദിച്ച മഹാന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിവാര്യമായ പുനഃസംഘടന വന്നപ്പോൾ അതിനെ പിന്തുണക്കുകയും അതിൽ ഉറച്ചു നിന്ന് നേതൃപരമായ സേവനം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്ത സി എം വലിയുല്ലാഹി തങ്ങൾ നിർദ്ദേശിച്ച ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പുനഃസംഘടന തെറ്റായിപ്പോയി എന്ന് പറയുന്നു. സമസ്തയുടെ ചരിത്രം കൃത്യമായിട്ട് വായിച്ച് പഠിക്കണം നൗഷാദ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം വളരെ കൃത്യമായിട്ട് ഇവിടെയുണ്ട്, പച്ച മലയാളത്തിലുണ്ട്. ആർക്കും അത് വായിച്ച് പഠിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ചരിത്രം വായിക്കാൻ നൗഷാദിന് മലയാളം വായിക്കാൻ അറിയുമെങ്കിൽ വായിച്ച് പഠിക്കുക. ഞാനിപ്പോൾ അതല്ല പറഞ്ഞു വരുന്നത്. സമസ്തയുടെ ചരിത്രം ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ കേരളത്തിൽ എത്രയോ തവണ വിശാലമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങൾ പറഞ്ഞ വാക്കിന് പുല്ല് വില കൊടുക്കാതെയല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സി എം വലിയുല്ലാഹി തങ്ങളുടെ ഒരു അല്പമെങ്കിലും മഹബത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കിതിന് ധൈര്യം വരുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പുറത്ത് കുറേ താടി നിരച്ച ആളുകളെ കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കക്ഷികൾ സി എം വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞ് വരുന്നത് കൊണ്ട് നിങ്ങൾ പെട്ടുപോയതായിരിക്കാം. സി എം വലിയുല്ലാഹി തങ്ങളുടെ മഹബത്തുണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതായിരിക്കാം.
എങ്കിൽ അവർക്ക് സി എം വലിയുള്ളാഹി തങ്ങളോട് മഹബത്തില്ല എന്ന് മാത്രമല്ല, സി എം വലിയുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളുടെ കൂടെയാണ് നിങ്ങളുള്ളത്. ബഹുമാനപ്പെട്ടവർ, സി എം വലിയുള്ളാഹി തങ്ങൾ കൃത്യമായി ഇവിടെ ദീൻ പറയാൻ ഏൽപ്പിച്ച മഹാന്മാർ, ആ മഹാന്മാരെ കുറിച്ചാണ് ഇന്ന് ഈ നൗഷാദും ടീമും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാണ് അസ്ഹാബുൽ വഖത്ത്. ഈ കാലഘട്ടത്തിൻ്റെ മശായിഖന്മാരെന്ന് പറയുന്നത് സി എം വലിയുള്ളാഹി തങ്ങളുടെ ആ പദവി ഇന്ന് ഏറ്റെടുത്ത മഹാനവകൾ ഏൽപ്പിച്ചു കൊടുത്ത മഹാനാണ്. സി എം വലിയുള്ളാഹി തങ്ങളുടെ കൂടെ വർഷങ്ങളോളം ഖിദ്മത്തിലായി ജീവിച്ച് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി തങ്ങളുടെ എല്ലാ നിലക്കും ആശീർവാദം നൽകിയ മഹാനായ യൂസുഫുൽ ബുഖാരി വൈലത്തൂര് തങ്ങളുപ്പാപ്പ അവിടുന്ന് കൃത്യമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? കോമാട്ടുചാലിൽ അബ്ദുള്ള കാട്ടുകള്ളനാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇത്ര പോരെ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ? കാട്ടുകള്ളന്മാരുടെ കൂടെ പോയിരിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ തള്ളുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, റഈസുൽ മുഹഖ്ഖീൻ കണ്യത്തുസ്താദിനെ നിങ്ങൾ നിസാരപ്പെടുത്തിയില്ലേ? കണ്യത്തുസ്താദിൻ്റെ വടിയിൽ നിന്നും നിങ്ങൾ തെറിച്ചുപോയില്ലേ? ആരോടാ ചോദിക്കുന്നത്? ഉള്ളാൾ തങ്ങൾ പാപ്പാനോടാ ചോദിക്കുന്നത്? സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദിനോടാ ചോദിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ഈ കക്ഷികൾ എത്രമാത്രം മതപ്പതിച്ചു പോയിട്ടുണ്ട്, പിശാച്ചിൻ്റെ കൂടെ എത്രമാത്രം മിങ്കിളായി പോയിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കണം. എന്നാൽ വസ്തുത എന്താണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിവാര്യമായ പുനഃസംഘടന നടന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിനെ കാണാൻ പോയ ചരിത്രം ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ തന്നെ പറയുന്നു. കേൾക്കാം നമുക്ക്. ഉള്ളാളക്കാർ അവിടുന്ന് ഒരു ദിവസം ക്ഷണിക്കാൻ വേണ്ടിയില്ല വന്ന് ആരൊക്കെ ഇന്നല്ല ബാക്കിയുള്ള മൊഴിമാരന്മാരെ ക്ഷണിക്കാൻ പോകുമ്പോൾ തങ്ങളും വരണ്ടേ? നമ്മൾ തെറ്റിയ കാലമായതുകൊണ്ട് അവർ വന്ന് എന്താക്കുന്നു? നിങ്ങൾ പോയി ക്ഷണിക്കണോ? ആര് പണ്ടാരനെ ക്ഷണിച്ച് അവരൊക്കെ ക്ഷണിക്കണോ? തങ്ങൾ വരണേ, തങ്ങൾ വരണേ നമ്മളെ കൂടെ അങ്ങനെ ഞാൻ വന്നു. ഈക്കൻ്റെ അടുത്ത് പോകാൻ പറയും, ഈക്കൻ കഞ്ഞിനൊക്കെ ഇതൊക്കെ പോണില്ലേ, അവിടെയൊക്കെ പോയി പിന്നെ കന്യമ്മയുടെ അവിടെ പോയപ്പോൾ ഞാൻ കാറിലിരുന്നു. ഇവരയച്ചു ഉള്ളാളത്തിന് വന്ന അവധി അവരും കൂടി 30 അയച്ചു. അവിടെ ചെന്നപ്പോൾ നിങ്ങളെന്തേ വന്ന്? ഞാൻ ഉള്ളാളം മുതൽ തങ്ങളോടെ തങ്ങൾ കാറിലുണ്ട്. എന്തായാലും കൊണ്ട് വിളിക്കും കുഞ്ഞുമാരെ പോകുമോ? അപ്പൊ അടുത്ത മാനാട് വന്ന് 30 വിളിക്കുന്നതാണ്. ഞാൻ ചെന്ന് ഞാൻ സലാം കല്ലി ഒരു സലാം കല്ലി മറിച്ചോന് തങ്ങൾ എന്ത് മണിയെടുത്തത്? തങ്ങൾ അവിടെ കാൽ കുത്തിരിക്കല, അവിടെ ഒന്ന് അങ്ങോട്ട് വരണ്ടേ? അത് നിങ്ങളെന്നെ പുറത്താക്കിയില്ല, പിന്നെ ഞാനങ്ങനെ വരണ്ട്? തങ്ങൾ ഞാൻ പുറത്താക്കി. എല്ലാ പേപ്പറിലൊക്കെ വന്നുള്ള നിങ്ങൾ പുറത്താക്കിയാണ്. ഞാൻ തങ്ങളെ പുറത്താക്കിയില്ല, ഞാൻ തങ്ങളെ കൂടെ. ഇതൊരു ഉള്ളാളക്കാർ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കള്ളത്തേതായതുണ്ട് എന്നൊരു കുഴപ്പമില്ല. അല്ല അന്നല്ല വീടിനെ പുറത്താക്കി. എന്തെല്ലാം ഇവർ ചെയ്തു കൂട്ടിയത്? ഇനി ആർക്കാടാ കഴിയ? സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം മതിയായ നിലത്തിലല്ലേ? വരക്കൽ മുല്ലക്കോയത്തങ്ങൾ 115 വയസ്സ് ജീവിച്ചതാ. ഇനി ആർക്കാടാ കഴിയ? ഞങ്ങളെ നേതാവ് ചോദിച്ചതാണ്, ഒരാൾക്കും കഴിയൂല. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സമസ്തയെ കുത്തിമറിക്കാൻ വന്നവരുടെ കൊമ്പൊക്കെ ഒടിഞ്ഞു പോയതാണ്. പിന്നെയാണോ കൊമ്പില്ലാത്ത നൗഷാദിയെ താങ്കൾ വരുന്നത്? എന്താ പറഞ്ഞത് തങ്ങളവറുകൾ? കണ്ണിയത്തുസ്താദിൻ്റെ സമീപത്ത് ചെന്നപ്പോൾ കണ്ണിയത്തുസ്താദ് പറഞ്ഞു, ഞാൻ തങ്ങളെ കൂടെയാണ്. ഏത് റഈസുൽ മുഹഖ്ഖീൻ്റെ വഴി മാറിയെന്നാണ് നീ പറയുന്നത്? നൗഷാദ് പറയണം. ഇതാരാ പറയുന്നത്? താജുൽ ഉലമ തങ്ങളവറുകൾ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ആരായിരുന്നു? ഞങ്ങളെ പ്രസ്ഥാനത്തിൻ്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്നു. അവിടെ നിന്ന് വഫാത്താകുന്നത് വരെ ഞങ്ങൾ നേതാവായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ മഹത്വം ഞങ്ങൾക്കാരും പഠിപ്പിക്കേണ്ടതില്ല. എന്നാൽ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളവറുകൾ ആരായിരുന്നു എന്ന് കോമാട്ടുചാലിൽ തന്നെ പറയട്ടെ. കോമാട്ടുചാലിൽ അബ്ദുള്ള തന്നെ പറയുന്നു തങ്ങൾ ആരായിരുന്നു? കൊത്തുബായിരുന്നു എന്ന് ആര് പറയുന്നു? കോമാട്ടുചാലിൽ അബ്ദുള്ള പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വഹാബികൾക്ക് മറുപടി പറയുമ്പോൾ ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമല്ലോ. നബിദിനത്തിന് ഭക്ഷണം ഉണ്ടാക്കുകയും അതിനെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നത്
വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ് എന്ന് ഇബ്നു തൈമിയ പോലും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അധിക തെളിവ് പറയേണ്ടതില്ല. കാരണം ഇബ്നു തൈമിയയാണ് വഹാബിസത്തിൻ്റെ ആശ്രയ സ്രോതസ്. ആ ഇബ്നു തൈമിയ തന്നെ പറഞ്ഞാൽ പിന്നെ വഹാബികൾക്ക് വേറെ തെളിവ് പറയേണ്ടതില്ല. എന്നതുപോലെ കോമാട്ടുചാലിൽ അബ്ദുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ കുത്തുബാണ് എന്ന്. എന്നാൽ പിന്നെ ഈ കുരുവട്ടൂരികൾക്ക് വേറെ പറയേണ്ടതില്ലല്ലോ. കേൾക്കാം നമുക്ക്. ഏതാനും നിമിഷത്തിനകം വന്ധ്യരായ ഹാഫിദ് ഉസ്താദ് ഇവിടെ എത്തും. ഉസ്താദൊക്കെ താജുൽ ഉലമയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് മഹാനവറുകൾ ഖുതുബായിരുന്നു എന്നാണ്. താജുൽ ഉലമാ തങ്ങൾ ഖുതുബായിരുന്നു. ഇതിന്ന് ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുന്നത് വന്ധ്യരായ ഉസ്താദിന് മാത്രമാണ്. അതെ, ധൈര്യത്തോടു കൂടി പറയട്ടെ. കോമാട്ടുചാലിൽ അബ്ദുള്ള ഒന്നും കൂടി പറയട്ടെ. അപ്പം ആ ഖുതുബായി എന്ന് നിങ്ങളുടെ വലിയ ഹളറത്ത് നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് വിവരം കിട്ടുന്ന അല്ലേ, നൂലിൽ കെട്ടിയിട്ടാണ് വിവരം കൊണ്ട് കൊടുക്കൽ മൂപ്പർക്ക്. അങ്ങനത്തെ കോമാട്ടുചാലില പറയുന്നത് ഉള്ളാൾ തങ്ങൾ ഖുതുബായിരുന്നു. ആ ഖുതുബായ ഉള്ളാൾ തങ്ങളാണ് പറയുന്നത് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ് തങ്ങളെ കൂടെയായിരുന്നു. അപ്പോൾ റഈസുൽ മുഹഖ്ഖീൻ്റെ വഴി വിട്ട് ബഹുമാനപ്പെട്ടവർ പോയിട്ടില്ല. ആ ഖുതുബായ എന്ന് നിങ്ങൾ തന്നെ പറയുന്ന ഉള്ളാൾ തങ്ങളായിരുന്നു ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുനഃസംഘടനാ ശേഷം അതിൻ്റെ പ്രസിഡന്റ് വഫാത്താകുന്നത് വരെ ബഹുമാനപ്പെട്ടവരെ കുറിച്ചാണോ നൗഷാദെ പറയുന്നത്? അത് തെറ്റായിരുന്നു എന്നാണോ പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഖുതുബിനെ ആദരവില്ലേ? ഖുതുബിനെ കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഉണ്ടോ ഇല്ലേ? പറ. ഇനി പറയട്ടെ, താജുൽ ഉലമയെക്കുറിച്ച് മറ്റേ മൗലവില്ലേ, എന്താ അയാളുടെ പേര്? തൊഴിയൂര് മൗലവി. അയാൾ പറയട്ടെ. ആ താജുൽ ഉലമാ സയ്യിദ് അവറുകൾ മുത്തുനബിയുടെ ബ്ലഡ്, ഹബീബായ തങ്ങളുടെ രക്തം സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സയ്യിദാണ്. ആ നിലക്ക് ആ ഒരു കുടുംബ ബന്ധം, അതോടൊപ്പം തന്നെ ഫിറാസത്ത് അൽ ഉലമാ വറസത്തുൽ അംബിയാ, ആ നിലക്കുള്ള പ്രത്യേകമായ ഇൽമിന്റെ അഹ്ലുകാരനായി ഒരേ സമയം പണ്ഡിതനാണ്, അതേസമയം സയ്യിദാണ്, അതേസമയം നിരവധി തരീഖത്തുകളുടെ ശൈഖാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളവറുകൾ. ആലിമാണ്, അമ്പിയാക്കളെ വാരിസാണ്. അതല്ല എന്നപ്പം നൗഷാദ് പറയുന്നത്. നൗഷാദിന് കാര്യമായിട്ട് അവിടുന്ന് കിട്ടിയ ഒരു അറിവെന്താണ്? താജുൽ ഉലമയൊന്നും അള്ളാഹുവിൻ്റെ അമ്പിയാക്കളുടെ വാരിസീങ്ങളിൽപ്പെട്ട ആളല്ല എന്നാണ് പറയുന്നത്. എന്നാൽ തൊഴിയൂര് മൗലവി പറയുന്നു വാരിസായിരുന്നു. പിന്നാരാണ്? ഒരുപാട് ത്വരീഖത്തിൻ്റെ ഷെയ്ഖായിരുന്നു. ധാരാ പറയുന്നത് ഒരേ ഹളറത്തുനിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് പറയുന്നത്. ഒരേ ഹളറത്തുനിന്ന് 2 വിവരം കിട്ടുമോ മൗലവി? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള താജുൽ ഉലമ തങ്ങളവറുകളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംഘടനയ്ക്ക് ശേഷം സമസ്തയുടെ പ്രസിഡന്റായത്. അത് തെറ്റാണെന്നപ്പോൾ നീ പറയുന്നത്? പക്ഷെ അത് മറുപടി പറ. അപ്പം പിന്നെ തെറ്റിയത് ആർക്കാ അവിടെ തെറ്റിയത്? നിങ്ങളെ ഏറ്റവും ഉന്നതമായ ഹളറത്തായ കോമാട്ടുചാലിനാണോ തെറ്റിയത്? അതല്ല CM വലിയുല്ലാഹി തങ്ങൾ ദീന് പറയാൻ ഞാൻ ഉള്ളാൾ തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ CM വലിയുല്ലാഹി തങ്ങൾക്കാണോ തെറ്റിയത്? ആർക്കാ തെറ്റിയത് മൗലവി? സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പുനഃസംഘടനയ്ക്ക് ശേഷം വലിയ മഹാ അപരാധം ചെയ്തു പോയി എന്നാണ് വിവരമില്ലാത്ത ഈ മൗലവി പറയുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പ അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ മദദ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അവിടുത്തെ കൂടെയായിരുന്നു സമസ്തയുടെ പുനഃസംഘടനയ്ക്ക് ശേഷവും ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖ്ഖീൻ അവിടുത്തെ വഴിയിൽ നിന്നും വിട്ടിട്ടില്ല. ഇനി ശംസുൽ ഉലമ EK ഉസ്താദ് അവർകൾ അവിടത്തെക്കുറിച്ച് ചന്ദ്രികയിലെ ലേഖനം വരുന്നു. സമസ്തയിലെ യോജിപ്പ് ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം. വളരെ കൃത്യമായ ലേഖനമാണ്. ഈ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് വർഷം എത്രയായി നൗഷാദേ? ഒന്ന് വായിച്ചുകൂടായിരുന്നോ? മലയാളം തിരിയൂലേ? അറബിയല്ലേ തിരിയാത്തതുള്ളൂ? മലയാളം വായിക്കാൻ അറിയില്ലേ? എങ്കിലൊന്ന് വായിച്ചുകൂടായിരുന്നോ? അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ. അപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് വളരെ കൃത്യമായ ആഗ്രഹമുണ്ടായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിവാര്യമായ പിളർപ്പാണ് നടന്നത് എന്നും അതിൽ സംഭവിച്ചു പോയ ചില സല്ലാത്തുകൾ അത് തിരുത്തി സമസ്തയുടെ ഭാഗമായി യോജിപ്പിലെത്തണമെന്നും ബഹുമാനപ്പെട്ട EK ഉസ്താദിന് ആഗ്രഹമുണ്ടായിരുന്നു. EK ഉസ്താദ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത്.
അപ്പോൾ ഈ കെ ഉസ്താദിൻ്റെ വഴിയിൽ നിന്നും വിട്ടിട്ടില്ല. ഈ കെ ഉസ്താദിനും ഇതിലേക്ക് തന്നെയായിരുന്നു താല്പര്യം. വളരെ കൃത്യമാണ്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇത്ര വ്യക്തമായി ചരിത്രമുണ്ടായിട്ടും ആ വസ്തുതകളെ മുഴുവനും നിരാകരിച്ചുകൊണ്ട് ചരിത്ര വിരുദ്ധത പ്രഭാഷണം നടത്തുന്ന നൗഷാദ്, നിങ്ങൾ എന്ത് തരീഖത്താണ് പറയുന്നത്? നിങ്ങളുടെ ഷെയ്ഖാണ് എന്ന് നിങ്ങൾ പറയുന്ന കോമാട്ടുചാലിൽ പറഞ്ഞതുപോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ വന്നോ? അല്ലെങ്കിൽ അതൊക്കെ സൗകര്യപൂർവ്വം മാറ്റിവെക്കുകയാണോ? അതുമല്ലെങ്കിൽ ഇത് പുതിയ അപ്ഡേഷനാണോ? തുറന്നു പറ. അപ്പോൾ സമസ്തയുടെ ചരിത്രത്തിലേക്ക് കടന്നാൽ ഏതെങ്കിലും രൂപത്തിൽ രക്ഷപ്പെടാമെന്ന് നൗഷാദ് കരുതിയിട്ടുണ്ടെങ്കിൽ നൗഷാദെ അത് കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് നൗഷാദ് മനസ്സിലാക്കണം. ഞാൻ ചുരുക്കുകയാണ്. സ്വപ്നവുമായി ബന്ധപ്പെട്ട വിശദീകരണം നമ്മൾ ഒരുപാട് നടത്തിയതാണ്. നൗഷാദ് ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അൾജീരിയ കിതാബ് ഇതുവരെ വന്നിട്ടില്ല. അൾജീരിയയിൽ നിന്ന് ഇതുവരെ കിതാബ് എത്തിയിട്ടില്ല. നിയലുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും കളവ് ആവർത്തിക്കുകയാണ്. അവസാനമായി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വഹാബിസത്തിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഇതുവരെ വഹാബിസത്തിലേക്കുള്ള പോക്കായിരുന്നു, ഇപ്പോൾ വഹാബിസത്തിലേക്ക് എത്തി. ഒന്ന് കേൾക്കൂ. സലാത്തി എല്ലാം വീട്ടിൽ നിന്നും ചെല്ലാലോ, അതിനെവിടെയും പോകണമെന്നില്ലല്ലോ. ഞാൻ 2-3 ദിവസം മുമ്പ് എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു വീട്ടിൽ പോയി. എനിക്ക് കാണാനും തൊടാനും പറ്റുന്ന ഒരു സ്ത്രീയാണ്. കയറി ചെല്ലുമ്പോൾ അവിടെ ഉണ്ട്, അവളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു ഫോണും വെച്ചിട്ടുണ്ട്. അവൾ മദനീയത്തിലാണ്. അപ്പോ ഞാൻ നോക്കി ഇതിലെന്തൊക്കെയാണ്. അപ്പോ നമ്മുടെ അതിൽ തീർച്ചയാഫി സലാത്തി എല്ലാവർക്കും പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പാത്രത്തിൽ വെള്ളവും വെച്ച് കണ്ടു. എന്നെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റ് പോയി വേറൊരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് എന്നോട് മന്ത്രിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ മന്ത്രിച്ചു കൊടുത്തു. ഞാൻ അവിടുന്ന് തിരക്കിട്ട് വരാനുള്ളതുകൊണ്ട് വേഗം പോന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി അവള് സലാത്തിയല്ല മാത്രമല്ല, ദിക്റിയല്ല മാത്രമല്ല, അതിന്റെ മുമ്പിൽ ഒരു കുപ്പി വെള്ളം വെച്ചിട്ട് അതിൽ അവള് സലാത്തിയിലിട്ട് ഊതുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ ആകട്ടെ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അപ്പൊ വെള്ളം വെച്ചതിന് മൂപ്പര് ന്യായീകരണം, ഇത് ഓൺലൈനിലൂടെ ഊതല്ല, പെണ്ണെന്നെ സ്വന്തം മന്ത്രിച്ച് ഊതാണ്. അതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ആരിൽ നിന്നാണോ സംഗതി കിട്ടുന്നത് ആ ആളെ ന്യായീകരിച്ച് കൂടെ നിർത്തും. ദീനും ഇതുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. ഇത് പൂർണ്ണമായും ദീനാണ് നൗഷാദ്. ദീനുമായിട്ട് നിങ്ങൾക്കാണ് ബന്ധമില്ലാത്തത്. ഇപ്പൊ പൂർണ്ണമായും വഹാബിസത്തിലേക്ക് പോയി അല്ലേ? പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചാൽ വർക്കത്തുണ്ടോ ഇല്ലേ? ഖുർആൻ ഓതിയിട്ട് ഊതിയാൽ അതിന് വർക്കത്തുണ്ടോ ഇല്ലേ? പരിശുദ്ധ ദീന് പറയുന്നു ഉണ്ട്. സ്വഹാബത്തെ ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചു, വിഷമിറക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചാൽ അതിന് ബറക്കത്തുണ്ടോ അല്ലേ? ഉണ്ട്. സുന്നത്ത് ജമാഅത്ത് പറയും ഉണ്ട്. വഹാബികൾ പറയും ഇല്ലേ ഇല്ല. ഇതിനെ വഹാബികൾ വിമർശിക്കുന്നു, ഇതുപോലെ വിമർശിക്കുന്നു. അപ്പോൾ വഹാബികളുടെ സ്ക്രിപ്റ്റും നൗഷാദിൻ്റെ സ്ക്രിപ്റ്റും ഒരേ സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ വഹാബിസത്തിൻ്റെ അതേ ആശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ആരേ? കുരുവട്ടൂരിസം. എല്ലാം ഒരേ കുഴിയിലാണ് ചെന്ന് വീഴുക. സ്വലാത്ത് ചൊല്ലി ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയിട്ട് മന്ത്രിച്ചാൽ ആ മന്ത്രിക്കുന്നതിനും ആ ഊതുന്ന വെള്ളത്തിനൊക്കെ ബറക്കത്തുണ്ട് എന്നതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലല്ലോ. പിന്നെ എന്താണ് നൗഷാദെ ഇവിടെ വിമർശിക്കാനുള്ളത്? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാക്കളെ ഒരു ആശയപരമായ പിൻബലവുമില്ലാതെ വിമർശിക്കുകയാണ്, പുത്തൻവാദികൾക്ക് വേണ്ടി വിമർശിക്കുകയാണ് ഈ കുരുവട്ടൂരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരക്കാരുടെ ഷർറിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.